അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ റമളാൻ അതിൻ്റെ സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ധാരാളം റമളാനിനെ വരവേൽക്കുവാൻ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച ജനങ്ങളെ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ ഞാൻ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല ഈ നോമ്പിനെ നിർബന്ധമാക്കിയത്. ഇവിടെ അല്ലാഹു ഇങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങൾക്ക് മാത്രം നോമ്പിനെ നിർബന്ധമാക്കി ബാക്കിയുള്ളവർക്ക് നോമ്പിനെ നിർബന്ധമാക്കിയില്ല എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരും. അപ്പം നിങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്നു അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, മറ്റുള്ളവർക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു എന്ന തോന്നൽ നിങ്ങൾക്ക് വരാതിരിക്കാൻ അല്ലാഹു പറഞ്ഞു, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് മാത്രമല്ല ഈ നോമ്പിനെ നിർബന്ധമാക്കിയത്. നിങ്ങൾക്ക് ഞാൻ നോമ്പിനെ നിർബന്ധമാക്കി, എന്നാൽ നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ ഈ നോമ്പിനെ നിർബന്ധമാക്കിയത്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനറേഷനുകൾക്കും സമുദായങ്ങൾക്കും നോമ്പിനെ ഞാൻ നിർബന്ധമാക്കി. നിങ്ങൾക്ക് മുമ്പ് എത്രയോ സമുദായങ്ങൾ കഴിഞ്ഞുപോയി, ആയിരക്കണക്കിന് സമുദായങ്ങൾ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയി. അവർക്കൊക്കെ ഞാൻ നോമ്പിനെ നിർബന്ധമാക്കി. എന്നാൽ റമളാൻ 30 നോമ്പ്, റമളാൻ ഒരു മാസക്കാലം, റമളാൻ എന്ന പേരിൽ ഒരു മാസം, അത് നിങ്ങളുടെ മാത്രം, ഈ സമുദായത്തിൻ്റെ, മുഹമ്മദ് നബിയുടെ സമുദായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്ത് ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൊട്ടു മുമ്പ് വരെ കഴിഞ്ഞുപോയ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാർക്കും അവരുടെ സമുദായത്തിനും നോമ്പ് നിർബന്ധമാക്കി. പക്ഷെ അവർക്കാർക്കും കൊടുക്കാത്തൊരു മഹാസൗഭാഗ്യം, അതാണ് പരിശുദ്ധമായ റമളാൻ. ഇത് മുഹമ്മദ് നബിയുടെ സമുദായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ റമളാൻ എന്നത്. ബാക്കിയുള്ളവരിലൊക്കെ സമുദായങ്ങൾക്കൊക്കെ അള്ളാഹ് നോമ്പ് നിർബന്ധമാക്കി. പക്ഷെ ഇതുപോലെ റമളാൻ എന്നൊരു മാസം, അള്ളാഹു ഇതുപോലെ വമ്പിച്ച ഓഫറുകളുമായിട്ടുള്ള ഒരു മാസം, കുറച്ച് ചെയ്യുക കൂടുതൽ പ്രതിഫലം നേടുക എന്ന മഹത്തായ പ്രക്രിയ, അത് മുഹമ്മദ് നബിയുടെ സമുദായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റുള്ളവർക്കൊന്നും അള്ളാഹു അത് നൽകിയിട്ടില്ല. അപ്പോൾ മുഹമ്മദ് നബിയുടെ സമുദായമാകാൻ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സമുദായ അംഗങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. എന്തിനാണ് അള്ളാഹു നമുക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത്? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കി. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് പേരിലേക്കും ഞാൻ നോമ്പിനെ നിർബന്ധമാക്കി. എന്തിനാണ് ഈ അള്ളാഹു നോമ്പിനെ നമുക്ക് നിർബന്ധമാക്കിയത്? നമ്മളിപ്പോൾ നോമ്പനുഷ്ഠിക്കൽ കൊണ്ട്, അന്ന ഭക്ഷണങ്ങൾ പാനീയങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇതിലൂടെ ഇപ്പം എന്ത് കിട്ടാനാണ്? സ്വാഭാവികമായും ഒരുപക്ഷെ ചിലരിങ്ങനത്തെ സംശയങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ വളരെ ഗഹനമായി ശ്രദ്ധിക്കണം. അള്ളാഹു പിന്നീട് ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞൊരു വാക്ക്, ലഅല്ലകും തത്തഖൂൻ,
നോമ്പിനെ ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവർ ആകുന്നതിനു വേണ്ടിയാണ്. സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. സൂക്ഷ്മതയുള്ളവർക്കാണ് പാരത്രിക ലോകത്ത് വിജയം വെച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ അവർ മാത്രമേ പാരത്രിക ലോകത്ത് വിജയിക്കൂ, മരണസമയത്ത് വിജയിക്കൂ, അതേപോലെ ഖബറിൽ വിജയിക്കൂ, മഹിഷറയിൽ വിജയിക്കൂ. ആഖിറത്തിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുള്ളവരാണ് നമ്മൾ. ഈ കടമ്പകളൊക്കെ നമുക്ക് ഈ ജീവിതം അവസാനിച്ചാൽ പിന്നീട് വരുന്നത് മരണമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഖബറാണ്. ഖബർ കഴിഞ്ഞാൽ പിന്നീട് മഹിഷറയാണ്. ആ മഹിഷറയിൽ നമ്മൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ നിൽക്കണം. ദുനിയാവിലെ 50,000 വർഷമാണ് മഹിഷറയിലെ ഒരു ദിവസം. അങ്ങനെ ആയിരക്കണക്കിന് വർഷം, ശ്രദ്ധിക്കണം, ആയിരക്കണക്കിന് വർഷമാണ് നമ്മൾ മഹിഷറയിൽ നിൽക്കേണ്ടത്. ആ മഹിഷറയിൽ പിന്നീട് അത് കഴിഞ്ഞാൽ വിചാരണ, ഹിസാബ്. അത് കഴിഞ്ഞാലോ പിന്നീട് തിന്മകൾ, നീ ചെയ്ത നന്മ തിന്മകൾ തൂക്കുന്ന പ്രക്രിയ. പിന്നത് കഴിഞ്ഞാൽ സിറാത്ത് എന്ന മഹാഭീകരമായ ഒരവസ്ഥ. ഇത് കഴിഞ്ഞാൽ മാത്രമേ ഒരിക്കൽ സ്വർഗത്തിലാണെങ്കിൽ നീ സ്വർഗത്തിൽ, അല്ലെങ്കിൽ നരകത്തിലാണ് നിന്റെ വിധിയെങ്കിൽ നരകത്തിൽ. ഇങ്ങനെ ഒരുപാട് കടമ്പകൾ വിശ്വാസികളാകുന്ന നമുക്ക് കടക്കാനുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു പറഞ്ഞു, നോമ്പിനെ ഞാൻ നിർബന്ധമാക്കി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല ശാശ്വതമായ ഭവനമാകുന്ന സ്വർഗം, അള്ളാഹു നമുക്ക് ആ സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തഖ്വയുള്ളവരാകണം. എങ്കിൽ മാത്രമേ പാരത്രിക ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ സ്വർഗത്തെക്കുറിച്ച്, വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം ഭാഗത്ത് സ്വർഗത്തെ വിശദീകരിക്കുന്നുണ്ട്. എത്രയെത്ര ഭാഗത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ആ ഭവനത്തിന്റെ മഹിമ, ആ ഭവനത്തിന്റെ സന്തോഷം, ആ ഭവനത്തിന്റെ ആനന്ദം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ പ്രിയപ്പെട്ടവരെ. ആ ഭവനത്തെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ വിശദീകരിച്ചിട്ട് അള്ളാഹു പറഞ്ഞത്, ആ സ്വർഗത്തെ നമ്മൾ സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്നത്, സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത്, തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. സൂക്ഷ്മതയുള്ളവർ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവർ, അവർക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു സ്വർഗത്തെ സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഉസ്ലിഫത്തുൽ ജന്നത്തു ലിൽ മുത്തഖീൻ. വേറൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, സ്വർഗത്തെ നമ്മൾ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, സ്വർഗത്തെ നമ്മൾ ചവച്ചു വെച്ചിരിക്കുന്നത് അത് മുത്തഖീങ്ങൾക്കാണ്. ഇങ്ങനെ ധാരാളം, ഒന്നിലധികം ആയത്തുകൾ, നിരവധി ആയത്തുകളിൽ അള്ളാഹു സ്വർഗം പറഞ്ഞപ്പോൾ, അത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയെല്ലാം അള്ളാഹു പറഞ്ഞത് സ്വർഗം മുത്തഖീങ്ങൾക്കാണ്, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം തരാൻ വേണ്ടി, നമ്മൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി, അതിനു വേണ്ടിയാണ് നമുക്ക് അള്ളാഹു നോമ്പിനെ നിർബന്ധമാക്കിയത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി, നിങ്ങൾ ജീവിതത്തിൽ ആത്മീയതയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത്. അപ്പൊ തഖ്വയുടെ പരിശീലനമാണ്, അതിനു വേണ്ടിയുള്ള പരിശീലനമാണ് ഈ 30 ദിവസത്തിലെ നോമ്പിലൂടെ അള്ളാഹു നമ്മളെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തഖ്വ, ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നോമ്പ് വെറും ഒരു പട്ടിണി നോമ്പാവാൻ പാടില്ല, തഖ്വയുള്ള നോമ്പാകണം. നമ്മുടെ നോമ്പ് തഖ്വയുള്ള നോമ്പാകണം. നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ പള്ളയ്ക്ക് മാത്രം നോമ്പ് കൊണ്ട് നേട്ടമില്ല, കണ്ണിന് നോമ്പുണ്ടാകണം, അതേപോലെ കാതിനിക്ക് ചെവിക്ക് നോമ്പുണ്ടാകണം, അതോടൊപ്പം പള്ളയ്ക്ക് നോമ്പാവണം, കയ്യ്ക്ക് നോമ്പുണ്ടാവണം, കാലിന് നോമ്പുണ്ടാവണം, അതേപോലെ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം. അങ്ങനെയുള്ള നോമ്പ് മാത്രമേ യജമാനനായ പടച്ച തമ്പുരാൻ സ്വീകരിക്കുകയുള്ളൂ, അവനെ മുത്തഖീങ്ങളിൽ അള്ളാഹു ചേർക്കുകയുള്ളൂ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.